കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടിയുണ്ടായ പാർട്ടി BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ആ വഴിക്കുള്ള ചർച്ചകളും നടത്തുന്നു. BJPയുടെ നേതൃനിരയിൽ മാറ്റം വരുത്തണമെന്ന് എത്രയും വേഗം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യം BJPയിൽ ഉയർന്നു കഴിഞ്ഞു. കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയാണെങ്കിൽ താൻ ഒഴിയാൻ തയ്യാറാണെന്ന് K. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ K. സുരേന്ദ്രൻ അത് സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ K. സുരേന്ദ്രനെതിരെ വലിയൊരു പടയൊരുക്കമാണ് BJPയിൽ ഒരുങ്ങുന്നത്. ഇത്രയും കാലം K. സുരേന്ദ്രന് പിന്തുണയുമായി നിന്ന മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ V. മുരളീധരനും K. സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പൊ ഈ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ K. സുരേന്ദ്രനെ പിന്തുണയ്ക്കാൻ V. മുരളീധരനും തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവേ K. സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നേക്കാൾ കൂടുതൽ അതിന് ചുമതല ഉണ്ടായിരുന്നത് കുമ്മനം രാജശേഖരനായിരുന്നു എന്ന് സൂചിപ്പിച്ചു. ഫലത്തിൽ C. കൃഷ്ണകുമാറിനെ പാലക്കാട് തീരുമാനിച്ചത് താനല്ല, അത് കുമ്മനം രാജശേഖരനും കൂടെ അതിന് പങ്കാളിത്തമുണ്ട് എന്നാണ് K. സുരേന്ദ്രൻ വരുത്താൻ ശ്രമിച്ചത്. പക്ഷെ എന്തായാലും K. സുരേന്ദ്രന്റെ കേരളത്തിലെ BJPയുടെ അമരസ്ഥാനം എത്ര നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും K. സുരേന്ദ്രന് എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ പകരം ആര്? കേരളത്തിലെ BJPയിൽ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവ് നമുക്കറിയാം, അത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ട് നിർത്തണമെന്ന് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും K. സുരേന്ദ്രൻ അടങ്ങുന്ന നേതൃത്വം അതിന് തയ്യാറായില്ല എന്നെല്ലാവർക്കും അറിയാം. അതിനെതിരെ ഒരു നിശബ്ദമായ കലാപം പാലക്കാട് ഉണ്ടായെന്നും എന്തുകൊണ്ട് BJPക്ക് C. കൃഷ്ണകുമാറിന് 10,000-ഓളം വോട്ട് കുറഞ്ഞു എന്നുള്ളത് BJPയിൽ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരിൽ നല്ലൊരു പങ്ക് ആൾക്കാർ നഗരസഭാ പ്രദേശത്ത് പാലക്കാട്ട് BJPക്ക് വോട്ട് ചെയ്തില്ല എന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിന് കുറെ വോട്ടുകൾ പോയെന്നുമൊക്കെയുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്രയും അധികം 11,000-ഓളം വോട്ടുകൾ BJPക്ക് നഷ്ടമായത് ചെറിയ കാര്യമല്ല. അതിൽ ശോഭയെ അനുകൂലിക്കുന്നവരുടെ വോട്ടുകളും മറിഞ്ഞോ എന്ന് പാർട്ടി തലത്തിലുള്ള അന്വേഷണത്തിലെ വ്യക്തമാവുകയുള്ളൂ. ഇനി എന്താണ് വരാൻ പോകുന്നത്? എന്തായാലും K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ BJP ഇനി ക്ലച്ച് പിടിക്കില്ല എന്ന് പൊതുവായ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. P.K. കൃഷ്ണദാസ് അടക്കമുള്ള മറ്റ് നേതാക്കളൊക്കെ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നവർ സുരേന്ദ്രനെ എത്രമാത്രം ഇങ്ങനെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങും എന്ന കാര്യവും സംശയമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേതൃത്വ മാറ്റം വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കുമോ, സംസ്ഥാന അധ്യക്ഷയായി നിയമിക്കുമോ? അതുകൊണ്ട് BJPക്ക് ഗുണമുണ്ടാകുമോ? ഇനി ശോഭാ സുരേന്ദ്രനെ ആക്കിയില്ലെങ്കിൽ അതിന് എതിർപ്പുണ്ടായാൽ ശോഭാ സുരേന്ദ്രൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുമോ? കോൺഗ്രസിലേക്ക് ചേക്കേറിയ പാലക്കാട് ഇലക്ഷൻ തൊട്ടുമുമ്പ് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരെ ഉപയോഗിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് ശ്രമിക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ ശ്രമിച്ചാൽ അങ്ങനെ ശോഭാ സുരേന്ദ്രൻ BJP വിട്ടു പോകുമെന്ന് പറയാനാവില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും, നമുക്കൊക്കെ പറയാൻ കഴിയും, BJPയിലെ ഏറ്റവും വലിയ വോട്ട് കാച്ചർ, വോട്ടർമാരെ ആകർഷിക്കാൻ കഴിവുള്ള നേതാവ്, നമ്പർ 1 നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ BJPക്ക് വിട്ടുകളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന പ്രമുഖ നേതാക്കളുണ്ട്. അതാണ് ശോഭാ സുരേന്ദ്രന്റെ ധൈര്യം. പക്ഷേ സമവായത്തിലൂടെ എല്ലാവരുടെയും സമ്മതത്തോടെ ശോഭയെ BJPയുടെ സംസ്ഥാന അധ്യക്ഷയാക്കാൻ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. ഇതിൽ RSSും ഇടപെടണം എന്ന ആവശ്യം ചില BJP നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. K. സുരേന്ദ്രനെ വെച്ചുകൊണ്ടുള്ള ഈ കളി പാർട്ടിക്ക് ഇനി ഗുണമുണ്ടാക്കില്ല എന്ന വിലയിരുത്തലിലേക്ക് കൂടുതൽ BJP നേതാക്കൾ പോയി കഴിഞ്ഞു എന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഏറ്റവും വ്യക്തമായ സൂചന എന്ന് പറയുന്നത്. എന്തായാലും BJPക്ക് ഈ രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് പോകാനാവില്ല. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1.5 കൊല്ലം കഴിയുമ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ BJP അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും
10 MLA-മാരെയെങ്കിലും 10 പേരെയെങ്കിലും ജയിപ്പിച്ച് MLA-മാരാക്കണമെന്ന് BJPക്ക് ടാർഗറ്റുണ്ട്. കോൺഗ്രസിൽ നിന്നും വോട്ട് മറിക്കാൻ, UDF-ന്റെ വോട്ടുകൾ കൂടുതലായിട്ട് മറിക്കാൻ കഴിയുന്ന ഒരു BJP നേതൃത്വം ഉണ്ടാവണമെന്നും BJPയിലെ പലരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില BJP മുഖങ്ങൾ അസംബ്ലിയിൽ കടന്നു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അവിടെ നഷ്ടപ്പെടുന്നത് കോൺഗ്രസിലെ മൃദു ഹിന്ദുത്വ വോട്ടുകളായിരിക്കാം കൂടുതലായും BJPയിലേക്ക് പോകുക. ഇങ്ങനെ നോക്കിയാൽ ശോഭാ സുരേന്ദ്രൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയില്ലെങ്കിൽ BJPയിൽ അവർക്കൊരു പ്രധാന സ്ഥാനം, ഇപ്പോഴുള്ളതിനേക്കാൾ മികച്ച ഒരു സ്ഥാനം, സംസ്ഥാന അധ്യക്ഷ പദവിയെങ്കിലും ശോഭയ്ക്ക് നൽകിയാൽ ശോഭയുടെ നേതൃത്വത്തിലുള്ള ഒരു BJP ടീമായിരിക്കും, NDA ടീമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഗോദായിൽ ഇറങ്ങുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് ക്ഷീണം സംഭവിച്ചാൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലുള്ളവർ അടുത്ത അസംബ്ലിയിൽ MLA-മാരായിട്ടുണ്ടാകും എന്നുകൂടി നമുക്ക് മുൻകൂട്ടി കാണേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കേരള രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സത്യസന്ധമായ ഒരു വിലയിരുത്തലെന്ന് നമുക്ക് പറയാൻ കഴിയും.